ഒരാളല്ല 5000 പേരോട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് സിനിമയിലെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മന്ത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പറയാം. ഇത് ജനങ്ങളുടെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് പ്രതിനിധിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? കേരളം ഇപ്പോൾ കേട്ടതുണ്ട്. ഇനിയും പ്രണയം തുടരുമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടൊരു വിഷയമായിട്ടാണ്, കോൺഗ്രസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളായിട്ടാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീമതി ബിന്ദു മേനോൻ കോൺഗ്രസ് ആണോ? കോൺഗ്രസ് പ്രതിനിധിയാണോ? അദ്ദേഹത്തിന്റെ ഭാര്യയല്ലേ? കേരളം ഇപ്പോൾ കേട്ടതല്ലേ? ഞാനും നിങ്ങളും ഒക്കെ കേട്ടതല്ലേ? മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് എന്താണ്? അവിടെ ഇത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു, ഫോണിൽ ചിത്രീകരിച്ചു, പടം ഉൾപ്പെടെ, വീഡിയോ ഉൾപ്പെടെ, ഫോട്ടോ ഉൾപ്പെടെ എന്റെ പക്കലുണ്ട്, ഞാനത് പലർക്കും അയച്ചു കൊടുത്തു എന്ന് മന്ത്രി പറയുമ്പോൾ മന്ത്രിയുടെ ഭാര്യയെ ആക്രമിക്കുന്നത് പറഞ്ഞത് കോൺഗ്രസ് ആണോ? കോൺഗ്രസിന്റെ ആരെങ്കിലും ആണോ പറഞ്ഞത്? ഇപ്പൊ ഞാനും നിങ്ങളും ഒക്കെ കേട്ടത് മന്ത്രിയുടെ ഭാര്യ പറഞ്ഞത് തന്നെയല്ലേ? അപ്പോൾ ഇത്തരത്തിൽ സിനിമ ഡയലോഗ് ഇറക്കിയത് കൊണ്ട് കാര്യമില്ല. ഒരാളല്ല 5000 പേരോട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നത് സിനിമയിലെ ആരെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി കൊടുത്താൽ മന്ത്രിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ പറയാം. ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായി പറയാൻ, ഇതിനെതിരെ നടപടിയെടുക്കാൻ എന്നുള്ളത് കേരള ഗവൺമെന്റിന്റെ, ആഭ്യന്തര വകുപ്പിന്റെ, പോലീസിന്റെ ഇതുവരെയുള്ള സംഭവങ്ങൾ നിരീക്ഷിച്ചാൽ തീർച്ചയായും വലിയ വീഴ്ചയാണ് ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരക്കാരെ സംരക്ഷിക്കുക, സംരക്ഷണ കവചം ഒരുക്കുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. മുഖ്യമന്ത്രിയോട് തന്നെ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ആ ഭാര്യയുടെ കരച്ചിൽ മുഖ്യമന്ത്രി കേൾക്കുന്നില്ലേ? ആ ഒരവസ്ഥ മുഖ്യമന്ത്രി കാണുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ മകളോട്, വീണയോട് ഇത് പറഞ്ഞു എന്ന് ആ മന്ത്രിയുടെ ഭാര്യ പറയുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ വീട്ടിൽ തന്നെ അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതുവരെയും അവർക്ക് ഒന്നും ലഭിക്കാത്ത കൊണ്ടാണല്ലോ അവർ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്നത് പറയേണ്ട ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇത് ഒരു സിനിമ ഡയലോഗിൽ മന്ത്രി ഗണേഷ് കുമാറിന് സിനിമയിൽ പറയുന്ന പോലെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കൃത്യമായ നടപടി ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേരളം പ്രതീക്ഷിക്കുന്നു. MP 112 വിളിച്ചു എന്ന് പറയുന്നു. ഇതിലിപ്പോ എന്താ വെച്ചാൽ അവര് പരാതിയുമായിട്ട് ഇനി എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം അവസാനിപ്പിക്കുന്നതൊക്കെ. അപ്പൊ ഈ 112 വിളിച്ചു കഴിഞ്ഞാൽ ഓർലി ഒരു പരാതി കൊടുത്തിട്ട് അത് അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെതിരെ ഇനി മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാവുമോ? തീർച്ചയായും 112 വിളിച്ചു കഴിഞ്ഞാൽ പോലീസിന് അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് അത് അന്വേഷിക്കേണ്ട. അല്ലാതെ പോലീസ് ദേ വന്നു ദാ പോയി എന്ന് തരുന്ന സമീപനമാണോ പോലീസ് സ്വീകരിക്കേണ്ടത്? ഒരു സ്ത്രീക്ക്, ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൽ ഇന്ന് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കേരളത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ സുരക്ഷ എന്താണ് എന്ന് പോലും നമ്മൾ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. മഹിളാ കോൺഗ്രസ് ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കും, പ്രതികരിക്കും. ഞങ്ങളോടൊപ്പം CPMന്റെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ അണിനിരക്കണം എന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.